ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നലെ അവിചാരിതമായി ജിദ്ദ കോർണിഷിലൊന്ന് പോകാനിടയായി. ഞാനും എൻ്റെ സ്നേഹിതനുമായിട്ട് വെറുതെ രാത്രി ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ ജിദ്ദ കോർണിഷിലൊന്ന് പോയി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫൗണ്ടൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ കോർണിഷിലാണ്. അത് ഫലസ്തീൻ റോഡിനും കിങ് അബ്ദുള്ള റോഡിനും ഇടയിലായിട്ട് കോർണിഷ് സൈഡിൽ, കോർണിഷ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരമുണ്ട്. ആ കടൽ തീരത്താണ്, ഉള്ളിലോട്ട് മാറി, കടലിൻ്റെ ഉള്ളിലോട്ട് മാറി ആണ് ഈ ഫൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫൗണ്ടനാണ്, ഏറ്റവും നീളം കൂടിയ, അതായത് നീളം എന്ന് പറയാൻ പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള പോകുന്ന ജലധാര ആണ് ഈ ജിദ്ദയിലുള്ളത്. അവിടെ കോർണിഷിൽ പോകുമ്പോൾ അവിടെ വിദേശികളായ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ പബ്ലിക് ഹോളിഡേ അല്ല. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ്, അതായത് സന്ദർശകർ ഈ ഭാഗത്തുണ്ടാകാറുള്ളത്. ശനിയാഴ്ച ഇവിടെ ഡ്യൂട്ടി തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ വ്യാഴവും വെള്ളിയും, അല്ലെങ്കിൽ വെള്ളിയും ശനിയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. വലിയ വലിയ കമ്പനികളെല്ലാം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ലീവായിരിക്കും. ചെറിയ കമ്പനികൾക്കെല്ലാം വെള്ളിയാഴ്ച ഒരു ദിവസത്തെ ലീവായിരിക്കും. അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഹോളിഡേ, അതായത് ഒരു ദിവസം അല്ലാത്തതുകൊണ്ട് വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലുള്ള പല ഭാഷ സംസാരിക്കുന്ന പലരും പല കാരണങ്ങളുമായിട്ട് ജിദ്ദയിൽ വരുന്നവരുണ്ട്. മക്കയിൽ നിന്ന് ജിദ്ദ സന്ദർശിക്കാൻ എത്തുന്നവരുണ്ട്. അങ്ങനെ കോർണിഷിലെ കുറേ പേരെ കാണാനിടയായി. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഒരു ഫൗണ്ടൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഫൗണ്ടൻ ജിദ്ദയിലാണെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇതാ ഈ വെള്ളം കണ്ടോ, കടലിലെ വെള്ളമാണ്. എന്തുമാത്രം ക്ലിയറാണ്, ക്ലിയർ ക്രിസ്റ്റൽ വെള്ളമാണ്. കാണാം, അടിയിലത്തെ കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ. അപ്പോൾ ഇതാണ് വൃത്തിയും ശുചിത്വവും വളരെയധികം ഭംഗിയായി നിർവഹിക്കുന്ന ചുരുക്കം ചില പട്ടണങ്ങളിൽപ്പെട്ടതാണ് ജിദ്ദ കോർണിഷ്. ജിദ്ദ കോർണിഷ് ഏകദേശം 15-20 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. ഇവിടെ കൂടുതലായിട്ട് സന്ദർശകരില്ലെങ്കിലും ഈ ഫൗണ്ടൻ കാണാൻ വേണ്ടി എത്തുന്നവർ ഒരുപാടുണ്ട്. വേറെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇത് നമ്മൾ കണ്ടാൽ നമുക്ക് തോന്നും ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കടൽ തീരമാണെന്ന്. കാരണം തെങ്ങുകളാണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. തെങ്ങുകളാണ് ഇവിടെ കൂടുതലും പിന്നെ കാറ്റത്ത് നിന്ന് ആടി ഉലയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ